ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിൽ ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള 6 പുതിയ സംരംഭങ്ങൾ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്ര ആഗോള വളർച്ചയ്ക്ക് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നിവ അനിവാര്യമെന്ന് G20 പ്രഖ്യാപനം. സംയുക്ത പ്രഖ്യാപനം അംഗീകരിച്ച് ലോക നേതാക്കൾ. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വായു ഗുണനിലവാരം മോശമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ ഓഫീസുകൾ 50% ജീവനക്കാരുമായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. കേൾവി പരിമിതർക്കുള്ള ഡെഫലിമ്പിക്സിൽ ഇന്ത്യയുടെ മഹിത് സന്ധുവിന് 2ാം സ്വർണം. വാർത്തകൾ വിശദമായി. ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള 6 പുതിയ സംരംഭങ്ങളുമായി G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ G20 ഉച്ചകോടിയുടെ ഉദ്ഘാടന ദിനത്തിൽ 2 സെഷനുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഭാവി തലമുറയ്ക്കായി ആഗോളതലത്തിൽ പരമ്പരാഗത വൈജ്ഞാനിക ശേഖരം സൃഷ്ടിക്കൽ, ആഗോള ആരോഗ്യ സംരക്ഷണ പ്രതികരണ സംഘം, മയക്കുമരുന്ന്, ഭീകരത എന്നിവയെ നേരിടുന്നതിനുള്ള സംരംഭം തുടങ്ങിയവയാണ് ആദ്യ സെഷനിൽ ശ്രീ നരേന്ദ്രമോദി മുന്നോട്ടുവച്ചത്. പുനരുജ്ജീവന ശേഷിയുള്ള ലോകം എന്ന വിഷയത്തിൽ നടന്ന 2ാമത്തെ സെഷനിൽ നിർണായക ധാതുക്കളിൽ സഹകരണം ലക്ഷ്യമിട്ടുള്ള സംരംഭം, കൃഷി, മത്സ്യബന്ധനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കായി വികസ്വര രാജ്യങ്ങൾക്ക് G20 ബഹിരാകാശ ഏജൻസികളുടെ ഉപഗ്രഹ ഡാറ്റ ലഭ്യമാക്കുന്നതിനുള്ള സാറ്റലൈറ്റ് ഡാറ്റ പങ്കാളിത്തം എന്നിവയും അദ്ദേഹം പരാമർശിച്ചു. സമഗ്രമായ ആഗോള വളർച്ചയ്ക്ക് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നിവ അനിവാര്യ ഘടകങ്ങളാണെന്ന് G20 പ്രഖ്യാപനം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിയിൽ നേതാക്കൾ സംയുക്ത പ്രഖ്യാപനം അംഗീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ സംരക്ഷണം, ദുരന്ത പ്രതിരോധം എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് G20 പ്രഖ്യാപനം. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നു. ബഹുരാഷ്ട്ര സഹകരണം ഉറപ്പാക്കേണ്ടതിന്റെയും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കേണ്ടതിന്റെയും പ്രാധാന്യവും G20 പ്രഖ്യാപനത്തിലുണ്ട്. അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിൽ നിക്ഷേപം നടത്തുന്നതിന് വികസ്വര രാജ്യങ്ങളുടെ കടബാധ്യത തടസ്സമാണെന്നും പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ എതിർപ്പ് അവഗണിച്ചാണ് 39 പേജുള്ള പ്രഖ്യാപന രേഖ G20 രാജ്യങ്ങൾ അംഗീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. G20 ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള പങ്കിട്ട പ്രതിബദ്ധത ലോക നേതാക്കളുമായുള്ള ചർച്ചയിൽ ആവർത്തിച്ച് ഉറപ്പിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായാണ് പ്രധാനമന്ത്രി ഇന്നലെ ചർച്ച നടത്തിയത്. ദക്ഷിണ കൊറിയ, ബ്രസീൽ, സിംഗപ്പൂർ, അങ്കോള, വിയറ്റ്നാം, എത്യോപ്യ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും UN സെക്രട്ടറി ജനറലുമായും ലോകാരോഗ്യ സംഘടനയുടെയും ലോക വ്യാപാര സംഘടനയുടെ നേതാക്കളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. സാങ്കേതികവിദ്യാ മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ത്രികക്ഷി ചട്ടക്കൂട് പ്രഖ്യാപിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും കാനഡയും. G20 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ തുടർന്നാണ് പ്രഖ്യാപനം. സാങ്കേതികവിദ്യ, നവീകരണ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കാൻ പങ്കാളിത്തം സഹായിക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൊഴിൽ നിയമങ്ങൾ ലളിതമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള 4 പുതിയ തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ. 2019 വേതന കോഡ്, 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, 2020 സാമൂഹിക സുരക്ഷാ കോഡ്, 2020 തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ കോഡ് എന്നിവയാണ് പ്രാബല്യത്തിലായത്. ദുബായ് എയർ ഷോയിൽ നടന്ന തേജസ് യുദ്ധവിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമൻ സ്യാലിന്റെ ഭൌതികദേഹം ഇന്ന് ഇന്ത്യയിലെത്തിക്കും. UAE ഇന്ത്യൻ അംബാസഡർ, കോൺസുൽ ജനറൽ എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ഭൌതികദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നത്.
ബ്രസീലിലെ ബെലമിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പുതിയ കരാറിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ വികസ്വര രാജ്യങ്ങൾക്ക് നൽകുന്ന ധനസഹായം കുറഞ്ഞത് 3 ഇരട്ടിയാക്കാൻ കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഫോസിൽ ഇന്ധനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് കരാറിൽ പരാമർശമില്ല. ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ ഓഫീസുകൾ 50% ജീവനക്കാരുമായി പ്രവർത്തിക്കണം എന്ന നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ. അവശേഷിക്കുന്ന ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സൌകര്യം ഒരുക്കാനും നിർദ്ദേശമുണ്ട്. GRAP 3ാം ഘട്ടത്തിന് കീഴിൽ പൊതുജനാരോഗ്യത്തിലും വായു ഗുണനിലവാര സംരക്ഷണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മലിനീകരണ നിയന്ത്രണ നടപടികൾ സർക്കാർ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം നാളെ. സ്ഥാനാർത്ഥികൾക്ക് നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിവരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. ജമ്മുവിലെ രജൌരിയിൽ വീരമൃത്യു വരിച്ച മലപ്പുറം സ്വദേശി സുബേദാർ സജീഷിന്റെ സംസ്കാരം ഇന്ന്. സ്വവസതിയിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് സംസ്കരിക്കും. പട്രോളിംഗിനിടെ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് ഇന്നലെയാണ് സുബേദാർ സജീഷ് വീരമൃത്യു വരിച്ചത്. ഏക ഭാരതം, ശ്രേഷ്ഠ ഭാരതം, വികസിത ഭാരതം, സ്വയം പര്യാപ്ത ഇന്ത്യ എന്നിവയിലേക്ക് രാജ്യത്തെ നയിക്കാൻ യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്നതാണ് സർദാർ പട്ടേലിനോടുള്ള യഥാർത്ഥ ആദരമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യൂണിറ്റി മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. जब हम सरदार पटेल की बात करते हैं तो हमें ध्यान में रखना चाहिए कि सही मायने में सरदार पटेल जी को श्रद्धांजलि तभी है जब हम एक भारत, श्रेष्ठ भारत, विकसित भारत, आत्मनिर्भर भारत की ओर ले जाने में अपनी जवानी खपा दें. यही उनके लिए सच्ची. ടോക്കിയോയിൽ നടക്കുന്ന കേൾവി പരിമിതർക്കായുള്ള സമ്മർ ഡെഫിലിമ്പിക്സിൽ ഇന്ത്യൻ ഷൂട്ടർ മഹിത് സന്ധുവിന് 2ാം സ്വർണം. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് മഹിത് സ്വർണം നേടിയത്. ഡെഫിലിമ്പിക്സിൽ പുതിയ ലോക റെക്കോർഡ് കുറിച്ച മഹിത് സന്ധുവിന്റെ ഗെയിംസിലെ 4ാം മെഡലാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഒരു രോഗി കൂടി മരിച്ചു. പയ്യോളി സ്വദേശി സരസുവാണ് ഇന്നലെ മരിച്ചത്. ഗോവയിൽ 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 3ാം ദിനമായ ഇന്ന് 4 ഇന്ത്യൻ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മണിരത്നം സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ദളപതിയും ഇന്ന് പ്രദർശനത്തിനുണ്ടാകും. രാജ്യത്തുടനീളമുള്ള 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടോടി കലാരൂപങ്ങളുടെ പ്രദർശനം ആസ്വാദകരുടെ മനം കവർന്നു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ കലാരൂപങ്ങളെ IFFI വേദിയിൽ എത്തിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. സിഡ്നിയിൽ ഇന്നലെ നടന്ന സെമി ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ഫൈനലിൽ ഇടം നേടിയത്. ഇന്ന് നടക്കുന്ന ഫൈനലിൽ ജാപ്പനീസ് താരമാണ് ഇന്ത്യയുടെ എതിരാളി. പ്രധാന വാർത്തകൾ വീണ്ടും. G20 ഉച്ചകോടിയിൽ ആഗോള വികസനം ലക്ഷ്യമിട്ടുള്ള 6 പുതിയ സംരംഭങ്ങൾ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്ര ആഗോള വളർച്ചയ്ക്ക് ഐക്യദാർഢ്യം, സമത്വം, സുസ്ഥിരത എന്നിവ അനിവാര്യമെന്ന് G20 പ്രഖ്യാപനം. സംയുക്ത പ്രഖ്യാപനം അംഗീകരിച്ച് ലോക നേതാക്കൾ. കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 31 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വായു ഗുണനിലവാരം മോശമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖലയിലെ ഓഫീസുകൾ 50% ജീവനക്കാരുമായി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവുമായി ഡൽഹി സർക്കാർ.
സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. കേൾവി പരിമിതർക്കുള്ള ഡെഫലിമ്പിക്സിൽ ഇന്ത്യയുടെ മഹിത് സന്ധുവിന് 2ാം സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.